ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ഇന്നലെ നിഫ്റ്റിയിൽ ഒരു വലിയ സെൽ ഓഫ് ആണ് ഉണ്ടായത്. നിഫ്റ്റിയിൽ മാത്രമല്ല ആഗോള ടെക് സ്റ്റോക്കുകളിൽ സീവിയർ സെൽ ഓഫ് ഉണ്ടായി. കൊറിയൻ മാർക്കറ്റിൽ തന്നെ 10% ഫോളോ ചെയ്തു. സാംസങ് 12% ഫോളോ ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു സ്പേസ് എക്സ് 16% ഫോളോ ചെയ്തു. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രം ഏകദേശം ഒരു 5.7 lakh crores വൈപ്പ് ഔട്ടായി പോയി. പക്ഷേ ഇതെല്ലാം തന്നെ ഈ റീറ്റെയിലേഴ്സിൻ്റെ പാനിക് സെല്ലിംഗ് ആയിരുന്നു. FISൻ്റെ ഭാഗത്തു നിന്ന് സെല്ലിങ്ങോ DS-ൻ്റെ ഭാഗത്തുനിന്നോ സിവിയർ സെല്ലിങ്ങോ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ഫർദറായിട്ടൊന്ന് ഫോളോ ചെയ്തു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറുകളെല്ലാം തന്നെ നാസ്ഡാക്ക് ഫ്യൂച്ചറുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ US വിക്സ് ഇന്നലെ സ്പൈക്ക് ചെയ്തിരുന്നു. നാസ്ഡാക്ക് 500 പോയിൻറ്റും ഡോ 47 പോയിൻറ്റും അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന കൊറിയൻ മാർക്കറ്റും ഓസ്ട്രേലിയയും പോസിറ്റീവാണ്. കൂടാതെ തന്നെ നാസ്ഡാക്ക് ഫ്യൂച്ചർ പോസിറ്റീവാണെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ഇടിഞ്ഞ് 4072 സിൽവർ ഇടിഞ്ഞ് 60 ബിറ്റ്കോയിൻ 62,900 ബ്രന്റ് ഓയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതാണ് US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഏറ്റവും ടോപ്പിൽ ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് US മാർക്കറ്റിലെ US IT കമ്പനീസാണ്. അവർ കാണാം ഇന്നലെ ഏറ്റവും ഇടിവ് രേഖപ്പെടുത്തിയത് ഇന്റൽ 6%, ടെസ്ല ഒരു 6%, NVIDIA ഒരു 4%. ഇത് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. 23,850 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ഇപ്പോൾ PCR 0.7 എന്ന നിലയിലും ഏറ്റവും ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾസൈഡിൽ 24,000 എന്ന നിലയിലാണ് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. കൂടാതെ നമുക്ക് ക്രിപ്റ്റോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉണ്ട്. അപ്പോൾ കോഴ്സ് absolutely ഫ്രീ ആണ്. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യുക, കോഴ്സ് അയക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുകയാണെങ്കിൽ ഇൻഫോസിസ് അവർ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തെന്നുള്ള ന്യൂസ്. വേദാന്ത ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഹോൾ ടിൻ സ്റ്റാർ ഇന്നലെ സ്റ്റോക്കുകൾ ഏകദേശം 6.5 കോടി സ്റ്റോക്കുകൾ സെല് ചെയ്തിരുന്നു. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ കമ്പനി പ്രൊമോട്ടേഴ്സ് ഏകദേശം 6 ലക്ഷം സ്റ്റോക്കുകൾ സെല് ചെയ്തിരുന്നു. NLC ഇന്ത്യ കമ്പനി ഓയിൽ ഇന്ത്യ ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. യെസ് ബാങ്ക് ജൂൺ 29 ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഡെൽഹിവറി വീനസ് വെഞ്ചർ ക്യാപിറ്റൽ ഇവരുടെ 43 ലക്ഷം സ്റ്റോക്കുകൾ സെല് ചെയ്ത് മാറി. IRFC OFS പ്രഖ്യാപിച്ചു. ഒനാസ അവർ ഒരു പുതിയ ഫാർമ കമ്പനീനെ അക്യൂർ ചെയ്തു. സാറ്റിൻ ക്രെഡിറ്റ് കെയർ കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. റാഷി പെരിഫെറൽ കമ്പനി VDA ഇൻഫോ സൊല്യൂഷന് 368 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. വിപ്രോ ഇവർ പ്ലാറ്റോ ആൻഡ്രോയിഡ് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. HCL ടെക് പുതിയ AI ബിസിനസ് ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി ഇവരുടെ റവന്യൂ ഗൈഡൻസ് ഉയർത്തി. ഗാർഡൻ റീഡ് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ വേണ്ടിയിട്ട് അവർ ബിഡ് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ന്യൂസുകൾ. വൈകിട്ട് കാണാം. അപ്പോൾ ക്രിപ്റ്റോ കോഴ്സ് ആവശ്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യുക ഡീറ്റെയിൽസ്. താങ്ക് യു ഓൾ.